Morning. Good morning. കുറച്ച് ആൾക്കാരുള്ളൂ ഇന്ന്. എന്ത് പറ്റി? 4 പേര് കയറിയിട്ടുള്ളല്ലോ. ഗുഡ് മോർണിംഗ്. ഫുഡ് കഴിച്ചോ എല്ലാവരും? ക്ലാസ്സിൽ നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുന്നതല്ലേ? ആണോ? ഫുഡ് കഴിച്ചോ? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്ത് പറ്റി ആരൊന്നും ഇല്ലാത്ത ഒരു എനർജി ഇല്ലല്ലോ? ക്ലാസ് തുടങ്ങുമ്പോ തന്നെ ആരും എന്താണ് ഒരു എനർജി ഇല്ലാത്തത്? ഫുഡ് കഴിച്ചില്ല ആരും? ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഹയറിംഗ് ഡിസിഷൻ ആണ് അല്ലെ? ഹയറിംഗ് ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്, അതിന്റെ എന്താണ് ഹയർ ചെയ്യുമ്പോഴുള്ള പോയിന്റ്സുകൾ നമ്മൾ എന്തൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഹയർ ചെയ്യാനായിട്ട്, ഒരു കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. എന്തൊക്കെ ടിപ്സ് ആണ് നല്ല രീതിയിൽ ഒരു കാൻഡിഡേറ്റിനെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടിപ്സ് നമുക്ക് നോക്കാൻ പറ്റും, ടിപ്സ് എടുക്കാനായിട്ട് പറ്റും. ഫോളോയിങ് ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. എംപ്ലോയർ must understand the difference between the needs and wants. It is important for the employer to understand the skills which are necessary to perform the job. എന്താണ് എംപ്ലോയർ അല്ലെ? എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആ വ്യക്തി, എംപ്ലോയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കിയിരിക്കണം ഇതിനെ കുറിച്ചിട്ട്, നീഡ്സ് ആൻഡ് വാൻസിനെ കുറിച്ചിട്ട്, അതിന്റെ ഡിഫറൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. It is important for the employer to understand the skills which are necessary to perform the job. നമ്മുടെ കമ്പനിയിൽ ഒഴിവുള്ള ഏത് വേക്കൻസിയിലേക്കാണോ ആളുകളെ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഹയർ ചെയ്ത് എടുക്കുന്നത്, അതിന്റെ സ്കിൽസ്, അതിന് വേണ്ടതായിട്ടുള്ള സ്കിൽസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരാളെ ഹയർ ചെയ്ത് നമ്മുടെ ആ പൊസിഷനിലോട്ട് എടുക്കാനായിട്ട്. ഇനി എന്താ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്? Employers must prioritize the skills according to the nature of the job. എന്തായിരിക്കണം? നമുക്കറിയാം ഒരു എംപ്ലോയർ എന്ന് പറഞ്ഞാൽ മാനേജർ ആണല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് ഒരാളെ ഹയർ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സ്കില്ലുള്ള അയാള് എന്താണ് എംപ്ലോയർ എന്ന് പറയുന്നത് എപ്പോഴും പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ആ ജോബ് ചെയ്യാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള സ്കില്ലുണ്ടോ അല്ലെങ്കിൽ കാപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട്. നമുക്കറിയാം എംപ്ലോയർ നമുക്ക് എപ്പോഴും പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടതും എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജോബ് ചെയ്യാനായിട്ട് സ്കില്ലും നോളജും കാപ്പബിലിറ്റിയും ഉള്ള ഒരാളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് കമ്പനിക്ക് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എംപ്ലോയർ എപ്പോഴും നമ്മൾ ഹയർ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ജോബിന് ഒതുങ്ങുന്ന രീതിയിലുള്ള സ്കില്ലുള്ള ആളെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അതിനായിരിക്കണം പ്രയോറിറ്റി കൊടുക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെന്താ? എംപ്ലോയേഴ്സ് മസ്റ്റ് പ്രിപ്പയർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ബിഫോർ കണ്ടക്ടിങ് ദ ഇന്റർവ്യൂ അല്ലെ? എന്താണ് കണ്ടക്ടിങ്? നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെ? ആ ജോബിന്റെ എന്താണ് ആ ജോബ് പൊസിഷനിലേക്ക് വേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്, എന്തൊക്കെ 4 ഏരിയാസിൽ നിന്ന് ചോദിക്കണം, അയാളുടെ നോളജ് അറിയാൻ, അതിന്റെ കാപ്പബിലിറ്റി ടെസ്റ്റ് അറിയാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടതാണ്. എന്ത് കണ്ടക്ട് ചെയ്യുമ്പോൾ? ബിഫോർ കണ്ടക്ടിങ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതിന് മുൻപ്. ഇനി എന്താ? he or she should prepare a question guide which must include some behavioral interview questions. ഇനി ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ
ബിഹേവിയറൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നെന്താ, employer should ask open-ended questions with the candidate. Open-ended questions help the interviewer to find out how a candidate think and resolve the problems. നമുക്കറിയാം open-ended questions എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തായിരിക്കും open-ended questions എന്ന് പറഞ്ഞാല്? എന്താണ് open-ended questions? എന്തായിരിക്കാം open-ended questions? അറിയാം എന്താണ് open-ended questions? yes or no questions ഇല്ലേ, അത് തന്നെയാണ് open-ended questions എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യണം, എംപ്ലോയേഴ്സ് ഇന്റർവ്യൂല് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടിയും ഉൾപ്പെടുത്തേണ്ടതാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കൂടിയും നമ്മൾ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ. Open-ended questions help the interviewer find out the candidate think and resolve the problems. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞപ്പോ എസ് ആണെങ്കിൽ എസ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അവർ പറയും അല്ലെ, അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകളും അവരുടേതായിട്ടുള്ള വാക്കിലൊക്കെ കുറച്ച് യെസ് അല്ലെങ്കിൽ നോ, എന്താണ് കാരണം, എന്താണ് അങ്ങനെ നോ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അവര് പറയാറുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെന്താണ് ചിന്തിക്കുന്നത്. അവർ ചിന്തിച്ചുകൊണ്ട് അവരുടെ രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറ്റോ, എന്തെങ്കിലും ജോബിൽ എന്തെങ്കിലും ഡ്യൂട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് സോൾവ് ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. Employer should stay away from follow-up questions and leading statement. അപ്പൊ എന്താ പറയുന്നത്, എംപ്ലോയേഴ്സ് should stay away from follow-up questions and leading statement. Leading statement അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കല് എന്താണ്, ഇങ്ങനെ ഫോളോ അപ്പ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യോജിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, പിന്നെ അതിന് യോജിച്ചുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നുമായി പിടിച്ച് ഒന്ന്, അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ലീഡിങ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എന്താണ് ഓവർ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാൻഡിഡേറ്റ്സിന് പറയാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവരിൽ നിന്ന് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനായിട്ട് നോക്കാം. പിന്നെന്താ, employers should ask some probing questions to the candidate. It helps identifying the knowledge and understanding to the candidate. അപ്പൊ എന്താ പറയുന്നത്, പോസിംഗ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ ഒരു വ്യക്തിയിൽ നിന്ന് കൂടുതൽ വിശദാംശമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആഴത്തിലുള്ള ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്ന തുറന്നതും തുടർച്ചയായിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഉപരിതല തലത്തിലുള്ള ഉത്തരങ്ങൾക്കപ്പുറം ഒരു സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അടിസ്ഥാനപരമായിട്ടുള്ള അനുമാനങ്ങള് പര്യവേഷണം ചെയ്യുന്നതിനും ഒരു വിഷയം, വികാരം അല്ലെങ്കിൽ പ്രശ്നം എന്നിവയെ കുറിച്ച് സമഗ്രമായ ധാരണ നേടുന്നതിനും അവ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾ പലപ്പോഴും എങ്ങനെ, എന്ത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങിയ വാക്കുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ പ്രോബിംഗ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുന്നതിലൂടെ കാൻഡിഡേറ്റ്സിന്റെ നോളജും അതുപോലെ തന്നെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൂടെ അവർ ഉത്തരം പറയുന്നതിലൂടെ അവരുടെ നോളജും സ്കില്ലും അവർ മനസ്സിലാക്കിയത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ പോസിംഗ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താണ്, എംപ്ലോയേഴ്സ് ഷുഡ് എൻഷുർ ദാറ്റ് candidates give relevant information. Some candidates assess the interest for online interview dates. They are prepared for an interview and well aware to the standard questions. Employees should never accept
a standard response because an interview is an evaluation to see whether the candidate is suitable for the job or not. ഇപ്പോ ചില ഇന്റർവ്യൂ ഇത്ര മണിക്കാണ് അല്ലെങ്കിൽ ഇന്ന ദിവസം വരണം 10 മണിക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ അപ്ലിക്കേഷനൊക്കെ അയച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവര് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂ ഇന്ന ടൈമിലാണ്, നെക്സ്റ്റ് വീക്ക് നമ്മളെ വിളിച്ചു പറയും അല്ലെ, ബുധനാഴ്ചയാണ് 10 മണിക്ക് വരണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു പേടിയായിരിക്കും. അപ്പൊ നമ്മള് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മള് നെറ്റിലൊക്കെ നമ്മള് സെർച്ച് ചെയ്ത് നോക്കും. നോക്കാറുണ്ടോ നിങ്ങള്? ഇല്ലേ? നോക്കാറില്ലേ നമ്മള്? എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ? നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അത് എന്തായാലും എല്ലാ ഇന്റർവ്യൂസിനും ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഒരു സെൽഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു വെക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ചോദിക്കാറുണ്ട് അല്ലെ. അങ്ങനെ നമ്മുടെ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ചോദിക്കാറുണ്ടല്ലേ. നമ്മുടെ ബയോഡേറ്റ നോക്കിയിട്ട് CV നോക്കിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നുള്ളത് ഓൺലൈനായിട്ട് നമ്മൾ ആൻസേഴ്സുകൾ നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൻസേഴ്സുകൾ നമ്മൾ അവിടെ പോയിട്ട് പറയുമ്പോൾ ചിലപ്പോ എന്താണ് തെറ്റുകൾ സംഭവിക്കാറുണ്ടല്ലേ. ചിലപ്പോ എന്താണ് നമുക്ക് പഠിച്ചത് പറയാൻ കിട്ടില്ല, ടെൻഷൻ കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോ ഈ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എംപ്ലോയർക്ക് ഇങ്ങനെയുള്ള ആൻസേഴ്സ് കേൾക്കാനായിട്ടല്ല ഇഷ്ടപ്പെടുന്നത് അവര്. മനസ്സിലായില്ലേ? എന്താണ്, പകരം നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള നമ്മളുടേതായിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസ് കേൾക്കാനായിട്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 7th പോയിന്റിലും പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ടിപ്സ് ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. 7 ടിപ്സ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. ടിപ്സ് വായിച്ചു നോക്കാം. 7 പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
Okay, next ടോപ്പിക്കിലേക്ക് പോവാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ജോബ് ഓഫർ. The offer of employment is also called job offer. Underline ചെയ്യാം. എന്താണ് job offer എന്ന് പറഞ്ഞാല്? Offer of employment is also called job offer. തൊഴിൽ വാഗ്ദാനത്തെയാണ് നമ്മൾ job offer എന്ന് പറയുന്നത് അല്ലെ? It is an official communication on the part of the employer to the applicant. നമുക്കറിയാം എന്താണ് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആശയവിനിമയമാണ് അല്ലെ? എംപ്ലോയറും അപ്ലിക്കന്റും തമ്മിൽ, കാൻഡിഡേറ്റും തമ്മിലുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ്. In which the employer offers the job to the applicant. ഇനി എന്താ? It can either, ഇനി എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഓഫർ കൊടുക്കുന്നത് ഓറൽ ആവാം, conversed on the telephone or can be written form ആവാം, ടെലിഫോണിലൂടെ ആവാം, the form of letter through electronic media like email-ലൂടെയും നമുക്കിത് ചെയ്യാൻ പറ്റും. When the offer is a written form, in a written form-ലാണെങ്കിലോ it should be clearly mention the destination, salary, data of joining and any particular terms and conditions of the employment. ഇനി റിട്ടേൺ ഫോമിലാണെങ്കിൽ നമുക്ക് രേഖാമൂലമുള്ളതാണെങ്കിൽ അല്ലെ, റിട്ടേൺ ഫോമിലാകുമ്പോൾ എന്താണ്? രേഖാമൂലമുള്ളതാണ് അല്ലെ? രേഖാമൂലമുള്ളതാണെങ്കിൽ അതിലെന്താണ്? തസ്തിക, ശമ്പളം, അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന അതിന്റെ തീയതി, ജോലിയുടെ ഏതെങ്കിലും പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായിട്ട് ആ റിട്ടേൺ ഫോമിലൂടെ അവിടെ പരാമർശിക്കുന്നുണ്ടാവും. In the case of non-academic hiring ആയിട്ടുണ്ടെങ്കിലോ before given the job offer, it is necessary to get all the documents verified and authorized, and the employee should be clearly explain the terms and conditions regarding the job by the human resource management. Once the employee signs the offer letter and accept all the terms and conditions of conditions, the offer becomes legally binding on the both employee and the employer. എന്താണ് ഇതിൽ പറയുന്നത്? അക്കാദമിക് അല്ലാത്ത നിയമങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അല്ലെ, നോൺ അക്കാദമിക് ഹയറിംഗ് ആണെങ്കിൽ ജോലി ഓഫർ ചെയ്യുന്നതിന് മുൻപ് എല്ലാ രേഖകളും പരിശോധിച്ച് അംഗീകാരം നൽകേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ജോലിയെ കുറിച്ചുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ജീവനക്കാരന് വ്യക്തമായിട്ട് വിശദീകരിച്ചു കൊടുക്കുകയും വേണം. ജീവനക്കാരൻ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ജീവനക്കാരനും തൊഴിലുടമയ്ക്കും നിയമപരമായിട്ട് ബാധകമായിരിക്കും. ഓക്കെ, സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആർക്കൊക്കെ ബാധകമായിരിക്കും? ഈ എംപ്ലോയർക്കായാലും എംപ്ലോയിക്കായാലും ബാധകമായിരിക്കും. അതനുസരിച്ച് വേണം പിന്നെ അവര് പ്രവർത്തിക്കാനായിട്ട്. അത്തരം കാര്യങ്ങളാണ് ജോബ് ഓഫറിൽ പറയുന്നത്. ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ വാഗ്ദാനത്തെയാണ് നമ്മള് ജോബ് ഓഫർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, ബാക്കി കാര്യങ്ങള് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇനി ടൈപ്സ് ഓഫ് ജോബ് ഓഫർ പറയുന്നുണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ് നോക്കി? The offer of employment can be divided under the following categories. On the basis of condition, conditionന്റെ ബേസിലാണെങ്കിൽ രണ്ട് കാറ്റഗറിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. Depending on the condition applied by the employer, an offer can be of the following types. Conditional job offer ഉണ്ട്, ഫൈനൽ ഓഫർ ഉണ്ട്. എന്താണ് കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കാം. When an organization puts forward this type of job offer, it implies that the applicant is offered a job which is
subjected to the condition put forward by the employer. The condition may include undergoing tests such as drug test, background verification, or any other close put by the employer that is taken care of before finalizing the offer. These conditions must be accepted by the applicant when an offer is made conditionally. The employee is not legally bound until he agreed to the conditions and terms mentioned in the offer letter and meets all the specified requirements. എന്താണ് conditional job offer എന്ന് പറഞ്ഞാല്? On the basis of condition, അല്ലെ, കണ്ടീഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോബ് ഓഫർ കൊടുക്കുന്നത്. ഇനി കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് അവർ പറഞ്ഞത്? എങ്ങനെയാണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞത്? ഡ്രഗ് ടെസ്റ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഓഫർ ഫൈനലൈസിംഗ് ചെയ്യുന്നതിന് മുൻപ് എംപ്ലോയർ നടത്തുന്ന മറ്റേതെങ്കിലും വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുമുള്ള പരിശോധനകൾക്കും വിധേയമാക്കുന്നുണ്ട്. ഇതിലൂടെയാണ് ജോബ് ഓഫർ കൊടുക്കുന്നത്. ഇനി കണ്ടീഷൻ ജോബ് ഓഫർ എന്ന് പറയുമ്പോ, കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറയുമ്പോ എന്നത് എന്താണ്? ഒരു ഫൈനൽ ഓഫർ ലെറ്റർ അല്ല. എന്താണ്? എങ്ങനെയാകുമ്പോ കണ്ടീഷൻസ്, അതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു ഫൈനൽ ഓഫർ ആയിട്ട് അത് മാറുകയുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോബ് ഓഫർ കൊടുക്കുന്നത്. എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ? മേ ബി എങ്ങനെയൊക്കെ രീതിയിലാവാം? ഡ്രഗ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് ഓഫർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപ് എംപ്ലോയർ എന്ത് നൽകുന്നുണ്ട്? നൽകുന്ന മറ്റേതെങ്കിലും വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലുമുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നുണ്ട്. ആ കണ്ടീഷൻസ് വെച്ചിട്ടാണ് അവർക്ക് ജോബ് ഓഫർ കൊടുക്കുന്നത്. ഇനി കണ്ടീഷൻസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ഫൈനൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ കൊടുക്കില്ല. എങ്ങനെയാകുമ്പോഴാണ് കണ്ടീഷൻ അതിൽ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഫൈനൽ ആയിട്ടുള്ള ജോബ് ഓഫർ എന്തിൽ കൊടുക്കുന്നത്? ആർക്ക് കൊടുക്കുന്നത്? കാൻഡിഡേറ്റ്സിന് നൽകുന്നത്. അതിൽ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പാലിച്ച് മുന്നോട്ട് പോകും എന്നുണ്ടെങ്കിലാണ് അവർക്ക് ഫൈനൽ ആയിട്ടുള്ള ജോബ് ഓഫർ കൊടുക്കുന്നത് കാൻഡിഡേറ്റ്സിന്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഫൈനൽ ഓഫർ ഉണ്ട്. When an applicant is given a final offer letter, he is not required to fulfill any condition. The moment the applicant accepts the job offer, he becomes legally bound to the terms and conditions of the organization's employment contract. എന്താ പറയുന്നത്? When an applicant is given a final offer letter, he is not required to fulfill any condition. അപ്പൊ എന്താണ്? ഏതൊരു അപ്ലിക്കന്റിന് നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ഓഫർ ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് പറയുന്നത്? എല്ലാ കണ്ടീഷനും പാലിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയാകുമ്പോ തൊട്ടാണ് നമ്മൾ കണ്ടീഷൻസ് പാലിക്കേണ്ടത്? എപ്പോ തൊട്ടാണ്? ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് നമ്മൾ ഓഫർ ലെറ്റർ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പാലിക്കേണ്ട, അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെ വരുമ്പോ പാലിക്കണം എന്നാ പറയുന്നത്? കാൻഡിഡേറ്റ് ആ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിക്കേണ്ടതാണ്. അതാണ് ഫൈനൽ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ജോബ് ഓഫർ എന്താണ്? അതിന്റെ രണ്ട് ടൈപ്പാണ് നമ്മൾ പറഞ്ഞത്. ഓൺ ദ ബേസിസ് ഓഫ് കണ്ടീഷനിലെ രണ്ട് ടൈപ്പാണ്. കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ഓഫർ ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അയച്ചേനോ? നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ. On the basis of a competition decision, depending on the compensation decision, offer letter can be divided under the following categories. Okay, on the basis of a compensation decision. Okay, ഏതൊക്കെയാണെന്ന് നോക്കിയേ. ലോ ജോബ് ഓഫർ ഉണ്ട്, കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ ഉണ്ട്, ഹൈ ജോബ് ഓഫർ, മാക്സിമം ജോബ് ഓഫർ ഉണ്ട്. ഓക്കെ, നോക്കാം. 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത് കേട്ടോ. ലോ ജോബ് ഓഫർ, the type of offer in which the employer's cost of hiring is kept low to the maximum possible extent is called low job offer. The compensation package offered along with the benefits and incentives is below the market rate. Negotiating the offer further might be denied. The organizations that work on post leadership strategy might look forward to going for low job offers as it controls labor cost, but this is not much effective from the perspective of talent retention of high proficient applicants would not accept a low job offer. Such offers are also split or for important positions, especially in organizations following a differentiation strategy, or those whose competitive advantage is depends on research which demands skills professionals. Thus, low job offers are not suitable for job positions. It is crucial for organizations to hire talented individuals as leaders. The strategies works best filling openings for positions where the quality of the employees is not important. The task need low-skilled and professional employees are high turnover rate is tolerable. Although this strategy can give adequate applicants, keeping the organization status and image is danger. എന്താണ് ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്? കഴിയുന്നിടത്തോളം ചിലവ് കുറച്ചുകൊണ്ട് ആളുകൾക്ക് ജോബ് ഓഫർ കൊടുക്കുന്ന ഒരു രീതിയാണ് ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, കഴിയുന്നിടത്തോളം ചിലവ് കുറച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആളുകൾക്ക് ജോബ് ഓഫർ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. മാർക്കറ്റ് പേയിൽ നിന്നും ബിലോ ലെവൽ പേയ്മെന്റ് ഓഫർ ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ജോബ് ഓഫർ ആണ് ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് പേയിൽ നിന്നും ബിലോ ലെവലില് പേയ്മെന്റ്, ഏറ്റവും പേയ്മെന്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്താണ് ജോബ് ഓഫർ കൊടുക്കുന്നുണ്ട്. കാൻഡിഡേറ്റിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത്. പൊതുവെ ലോ ജോബ് ഓഫർ എന്ന സ്ട്രാറ്റജി അത്ര നല്ലതല്ല. ഓക്കെ, കാരണം എന്താണ് പറയുന്നത്? ഹൈ പൊസിഷനിലേക്കുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ ആ ജോബ് ഓഫറിലേക്ക് ഇങ്ങനെയുള്ള ഓഫർ ആയതുകൊണ്ട് തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് വരും. ഇല്ലേ, നമുക്ക് എന്താണ് ഇപ്പോ പേയ്മെന്റ് കുറവാണെങ്കിലും അവിടെ പുറത്തു നിന്ന് ആളുകൾ എടുക്കുകയാണെങ്കിൽ എന്താണ് കുറെ അധികം ആളുകൾ എന്താണ് ഇന്റർവ്യൂവിന് വരികയും കുറെ അധികം ആളുകളെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ് കുറെ അധികം ആളുകൾ എടുക്കുമ്പോൾ സ്കിൽഡും അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് ഓഫർ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഓഫറിലേക്ക് ഇങ്ങനെയുള്ള ഓഫർ കൊടുക്കുമ്പോൾ അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ജോബ് ഓഫർ ചെയ്യുമ്പോൾ കുറെ കാൻഡിഡേറ്റ്സിന് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോ വരണമെന്നില്ല. സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം കൂടുതൽ ഇങ്ങനെയുള്ള ഓഫറിലൂടെ നമ്മളുടെ മുൻപിലേക്ക് വരുന്നത്. മാത്രമല്ല ഒരു കാൻഡിഡേറ്റിന്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പേയ്മെന്റ് കുറച്ചുകൊണ്ട് ആളുകളെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. പേയ്മെന്റ് കുറച്ച് ആളുകൾ എടുക്കുമ്പോൾ എന്താണ് ക്വാളിറ്റി ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് ജോബ് ഓഫർ കൊടുക്കണമെന്നില്ല. അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകളും ഇതിലൂടെ കൂടുതലായിട്ട് വരാവുന്നതാണ്. ഓക്കെ, അതാണ് ലോ ജോബ് ഓഫർ.
ഇനി കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ഉണ്ട്. In this time, the salary offered to the applicants is at par with the similar posted in other organizations of the same industry. The salary package offered is nearly equal to the what the competitors are offering to equally qualified individuals for such a position. Negotiating on the package is not totally denied, even without the intentions to offend the company. The top finalists are usually not interested in competitive job offers placed before them. എന്താണ് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാല്? മറ്റുള്ള കമ്പനികള് ഒരു പൊസിഷന് കൊടുക്കുന്ന സാലറി പാക്കേജ് തന്നെയായിരിക്കും ഈ കമ്പനിയിൽ. രണ്ട് കമ്പനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനികള് കൊടുക്കുന്ന ആ പൊസിഷനിൽ കൊടുക്കുന്ന സാലറി പാക്കേജ് തന്നെയായിരിക്കും നമ്മുടെ കമ്പനിയിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ എടുക്കാം. ഓക്കെ, എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കേട്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടും. അപ്പൊ എന്താണ്, ഹെൽത്ത് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ നമുക്ക് എടുക്കാം. എ കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ ബി കമ്പനി ഉണ്ട്. എ എന്ന ഹോസ്പിറ്റലും ഉണ്ട്. ഹെൽത്ത് കെയർ മേഖല ആയതുകൊണ്ട് എന്താണ്, എ എന്ന ഹോസ്പിറ്റലും ഉണ്ട്, ബി എന്ന ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ അവിടെ എ എന്ന ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന പൊസിഷനിലേക്ക് എന്ത് സാലറി ആണോ കൊടുക്കുന്നത് അതേ സെയിം സാലറി പാക്കേജ് തന്നെയായിരിക്കും ബി എന്ന ഹോസ്പിറ്റലില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ടോപ്പ് ഫൈനലിസ്റ്റുകളായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിന് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്, കാരണം ടോപ്പ് ഫൈനലിസ്റ്റുകളാകുമ്പോൾ അവർക്ക് ഇഷ്ടം കുറെ കൂടി സാലറി കിട്ടാനായിട്ടാണ് അല്ലെ. കുറച്ചുകൂടി ടോപ്പ് ഫൈനലിസ്റ്റ് ആകുമ്പോഴാണ് കുറച്ചുകൂടി സാലറി ഓഫർ ചെയ്യും എന്ന രീതിയിലാണ് അവർ വരുന്നത്. പക്ഷെ എന്താണ്, രണ്ടു പേർക്കും എന്താണ്, രണ്ട് ഹെൽത്ത് കെയർ മേഖലയിലും രണ്ടു പേർക്കും സെയിം ആയിട്ടുള്ള പാക്കേജ് ആണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. മറ്റുള്ള കമ്പനികൾ ഒരു പൊസിഷനിൽ കൊടുക്കുന്ന സാലറി പാക്കേജ് തന്നെയാണ് ഈ കമ്പനിയിലും ഓഫർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ലോ ജോബ് ഓഫറും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ജോബ് ഓഫറും ഒന്ന് വായിച്ചെടുക്കുകയും വായിച്ചു നോക്കാം കേട്ടോ.
കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൈ ജോബ് ഓഫർ. ഓക്കെ, in high job offers, the total package offer higher than the market rate. മാർക്കറ്റ് റേറ്റിനെക്കാട്ടും കൂടുതൽ നമ്മള് ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. നെഗോഷിയേഷൻ ഓൺ ദ പാക്കേജ് ഫർദർ may not be entirely denied. എന്താണ് ഇവിടെ എന്താണ് പറയുന്നത്? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചർച്ചകളോ കരാറുകളോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, അതൊക്കെ നിഷേധിച്ചിരിക്കുകയാണ്. ഓക്കെ, the organization given high job offers by considered more attractive than the candidate for whom monetary benefits matter. എന്താണ് ഈ ഓർഗനൈസേഷനിലേക്ക് നല്ല രീതിയിലുള്ള എന്താണ് കാൻഡിഡേറ്റിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ബെനഫിറ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട് കാൻഡിഡേറ്റിന്. എന്തൊക്കെ ബെനഫിറ്റ് ആണ് നോക്കാം. ഇറ്റ് ഓൾസോ ബൂസ്റ്റ് ദ ഓർഗനൈസേഷൻസ് ഇമേജ് ടു stay all away from the any disparities among the employees and to avoid moral issues between them. Firms believe given the new hires a one-time incentive like a joining bonus, pre-allocation allowance, or early performance review, so that their salaries instantly show an increase. Apart from this initial preference, their salaries are kept at par with the other employees of the organization. അപ്പൊ എന്താണ് ഈ ഹൈ ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് നല്ല രീതിയിലുള്ള ഹയർ ആയിട്ടുള്ള അവരെ എന്താണ് നമ്മുടെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ജോബ് ഓഫേഴ്സ് ആണ് കമ്പനീസ് ഓഫർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ജോബ് ഓഫേഴ്സ് കൊടുക്കുന്നത്? എങ്ങനെയാണ്? സാലറീസ്, ഇൻസെന്റീവ്സ്, ബോണസ് ഇതൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് തന്നെയായാലും ഇങ്ങനെയുള്ള ഓഫേഴ്സ് കൊടുക്കുന്നത് ഇവിടെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് അവര് സന്നദ്ധരാകും അല്ലെ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? കമ്പനീസിന്റെ ഇമേജ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാരംഭ മുൻഗണനകൾ കൂടാതെ അവർക്ക് ശമ്പളം സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരുമായിട്ട് തുല്യരായിട്ട് നിലനിർത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കമ്പനിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കണ്ടി കുറവായിരിക്കും. കാരണം എന്താണ്? നമ്മള് ഫസ്റ്റ് തന്നെ കയറിയിരിക്കുന്ന എംപ്ലോയീസ് ആണ് അല്ലെ, ഇനീഷ്യൽ സ്റ്റേജ് ആണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സാലറി മറ്റുള്ളവരെ കണ്ടി കുറവായിരിക്കും. പക്ഷെ ഇവര് ഹൈ ജോബ് ഓഫർ കൊടുക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ള നമ്മുടെ കമ്പനിയിലുള്ള മറ്റുള്ള എംപ്ലോയീസിന്റെ പോലെ തന്നെയുള്ള സാലറിയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് കൂടുതൽ നല്ല സ്കിൽഡ് ഉള്ള നോളജ് ഉള്ള എംപ്ലോയീസിനെ ആ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുവഴി ഓർഗനൈസേഷന്റെ ഇമേജ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് എന്ത്? മാക്സിമം ജോബ് ഓഫർ. In this type of offer, the firms is providing its best possible remuneration to selected candidates. എന്താണ്? സെലക്ട് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നല്ല രീതിയിലുള്ള റെമ്യൂണറേഷൻ ആണ് ഓഫർ ചെയ്യുന്നത്. അതാണ് മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത്. Further negotiation is not acceptable. അതിനുശേഷം ഈ ഓഫർ കൊടുത്തതിന് ശേഷം ഫർദർ ആയിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും അക്സെപ്റ്റബിൾ അല്ല. Once the offer is made, it can be any of the three job offers. മൂന്ന് രീതിയിലുള്ള ജോബ് ഓഫേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? either low or competitive or high job offer. മൂന്ന് രീതിയിലാണ് പറയുന്നത്. ലോ ഉണ്ട്, കോമ്പറ്റീറ്റീവ് ഉണ്ട്, ഹൈ ഉണ്ട്. The company very clearly specifies that it has offered or it can afford for the post and conveys the genuine interest in the finalist and leaves it to the finalist to accept or reject the offer. It tries to eradicate any kinds of negative feelings which may arise in the minds of the finalist as the offers might be below their expectations. This strategy works best when the organization offers the candidate
a package with the entities less than current package. ഇവിടെ പറയുന്നത് ഇപ്പോ കമ്പനി കൊടുക്കുന്ന ജോബ് ഓഫറിനെ കുറിച്ച് കൃത്യമായിട്ട് കാൻഡിഡേറ്റിനോട് പറയും. കാൻഡിഡേറ്റ് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. എന്താണെന്നുള്ളത് കമ്പനി കാൻഡിഡേറ്റിന് കൊടുക്കുന്ന ജോബ് ഓഫറിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് കേൾക്കുമ്പോൾ എന്താണ്, കാൻഡിഡേറ്റിന് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ റിജക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ കമ്പനി എല്ലാം തുറന്ന് പറയുമ്പോ എന്താണ്, കമ്പനി അങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ എക്സ്പെക്ടേഷൻസ് ഒക്കെ ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്താണ്, അവർ വിചാരിച്ച സാലറി കമ്പനി കൊടുക്കുന്നില്ല എങ്കിൽ അത് എന്താണ്, അവർക്കൊരു വിഷമത്തിലേക്ക് നയിക്കും അല്ലെ. അതുകൊണ്ടാണ് സാലറിയുടെ കാര്യങ്ങളൊക്കെ കമ്പനി തുറന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അപ്പൊ അവര് അത് കേൾക്കുകയും വേണമെങ്കിൽ അവർക്ക് ആ ഓഫർ സ്വീകരിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയും ചെയ്യാം. അതാണ് മാക്സിമം ജോബ് ഓഫറിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഹൈ ജോബ് ഓഫർ ഉണ്ട്, മാക്സിമം ജോബ് ഓഫർ. ക്ലിയർ ആണോ? ഹൈ ജോബ് ഓഫർ, മാക്സിമം ജോബ് ഓഫർ. ഇനി നെക്സ്റ്റ് നോക്കാം, കണ്ടന്റ്സ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്. ഇതൊക്കെ കണ്ടന്റ്സ് ആണ് ജോബ് ഓഫറിൽ ഉള്ളത്. നമുക്ക് ജോബ് ഓഫർ കിട്ടുമ്പോൾ ഇതൊക്കെ കണ്ടന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓഫറിംഗ് ദ ജോബ് പൊസിഷൻ, ഓക്കെ, റെമ്യൂണറേഷൻ ഇൻക്ലൂഡ്സ്, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി ബെനിഫിറ്റുകൾ ഉണ്ടാവും, പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് പ്രകടനം വിലയിരുത്തുന്നത്, പ്രകടനം എങ്ങനെയാണ് എന്നുള്ളതിന്റെ കണ്ടീഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സാലറി ഇൻക്രിമെന്റ് പീരീഡ് എത്രയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് ഉണ്ടാവും, പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്, ഏത് സ്ഥലത്തേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എന്താ, പാർട്ടിക്കുലർ കണ്ടീഷൻസ് ഓഫ് ജോബ് ഓഫർ, ജോബ് ഓഫറിന്റെ പ്രത്യേക വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ കമ്പനി പോളിസീസ്, കമ്പനി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ഫേസ് ഓർ ലൈൻസ് ഓഫ് സൈൻസ് ഫോർ ബോത്ത് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ. ഓക്കെ, രണ്ടുപേരുടെയും എന്താണ് സൈൻ ചെയ്യുന്നതിനുള്ള സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്പേസ് ഫോർ ദ ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ ലൈൻസ്, ഡേറ്റ്, അതിന്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് കണ്ടന്റ്സ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റിൽ വരുന്നത്. പിന്നെ അവിടെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്താണ് സാമ്പിൾ ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ്, ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്, കമ്പനിയുടെ ഇൻഫർമേഷൻ, ഡേറ്റ്, name of recipient, title, name of the company, address of the company, name of the recipient, അതിലിപ്പോ അതിന്റെ ഫാക്ടർ കൊടുത്തിരിക്കുന്നത് നോക്കി, ജോയിനിങ് ഡേറ്റ് ഉണ്ട്, നെയിം ഓഫ് ദി കമ്പനി ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ യുവർ നെയിം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ഇതിന്റെ സാമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ്.
ക്ലിയർ ആയോ? ജോബ് ഓഫർ എന്താണെന്നുള്ളത് ടൈപ്സ് നമ്മൾ വായിച്ചിട്ടുണ്ട്, അതുപോലെ കണ്ടന്റ്സ് നമ്മൾ പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ കേട്ടോ എന്ന്, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ, എല്ലാരും ജോയിൻ ചെയ്തിട്ട് പോയോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.